മരത്തിൽ കല്ലെറിയുന്ന കുട്ടി. മദീനയിൽ അന്നൊരു കുട്ടിയുണ്ടായിരുന്നു. നല്ല കുട്ടിയാണെങ്കിലും അവനൊരു ചീത്ത സ്വഭാവമുണ്ട്. എന്താണെന്നോ, കാണുന്ന മരത്തിനൊക്കെ കല്ലെറിയുന്ന സ്വഭാവം. അത് ചെയ്യാഞ്ഞാൽ അവന് വല്ലാത്ത പൊറുതുകേടാണ്. ഒരു ദിവസം കുട്ടി നല്ല മുഴുത്ത കല്ലുകളുമായ ഒരു മരപ്പച്ചയിലെത്തി. തണൽ വീണുകിടക്കുന്ന ആ മരപ്പച്ചയിലെങ്ങും ഈത്തപ്പനകൾ കുലച്ചു നിന്നിരുന്നു. ഹായ്! കുട്ടിയുടെ കൈ തരിച്ചു. അവന് വേഗം പഴത്തിനറിയാൻ തുടങ്ങി. പഴങ്ങൾ കൊഴിഞ്ഞു, കുറേ കൊഴിഞ്ഞു. ഏറ് നിർത്തി അവൻ അടുത്ത പരിപാടി ആരംഭിച്ചു. വീണ പഴങ്ങൾ പൊറുക്കി തിന്നാൻ തുടങ്ങി. വയറ് നിറഞ്ഞപ്പോൾ അവൻ എണീറ്റുപോയി. കല്ലെറിഞ്ഞാൽ മരത്തിന് കേടുപറ്റുമെന്നോ തോട്ടത്തിന്റെ ഉടമസ്ഥരെറിഞ്ഞാൽ തന്നെ പിടികൂടുമെന്നോ ഒന്നും കുട്ടി ആലോചിച്ചിരുന്നില്ല. ഒരു നാൾ അത് സംഭവിച്ചു. തോട്ടത്തിന്റെ ഉടമസ്ഥർ പാർത്തിരുന്ന് കുട്ടിയെ പിടിച്ചു. അവരവനെ മുഹമ്മദ് നബിയുടെ മുമ്പിലാണ് ഹാജരാക്കിയത്. വല്ലാത്ത പരിഭ്രമത്തോടെയാണ് കുട്ടി നബിയെ നേരിട്ടത്. അദ്ദേഹം കോപിക്കുമോ, തന്നെ ശകാരിക്കുമോ? അവൻ നിന്നു വിറച്ചു. പ്രവാചകനാകട്ടെ വളരെ ശാന്തനായി സൗമ്യനായി എന്നിട്ട് ചോദിച്ചു, എന്തിനാ കുഞ്ഞെ നീ മരത്തിൽ കല്ലെറിഞ്ഞത്? ഈത്തപ്പഴം കിട്ടാനാ, അവന്റെ നിഷ്കളങ്കമായ മറുപടി. പിന്നീട് ഒരു ചോദ്യം, കല്ലെറിയാതെ എങ്ങനെയാ ഈത്തപ്പഴം കിട്ടുക? വിവേകമില്ലാത്തത് കൊണ്ടാണ് കുട്ടി തെറ്റ് ചെയ്തതെന്ന് പ്രവാചകൻ ഉറപ്പായി. ആ കുട്ടി ഒരു ക്രൂരനല്ലെന്നും വകതിരിവില്ലാത്തവൻ മാത്രമാണെന്നും നബി തിരിച്ചറിഞ്ഞു. മയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുഞ്ഞിനെ പറഞ്ഞു മനസ്സിലാക്കി. കുഞ്ഞെ, ഇനി ഒരു മരത്തിനും കല്ലെറിയരുത് കേട്ടോ. എറിഞ്ഞാൽ മരത്തിന് പരിക്ക് പറ്റും. പിന്നെ അതൊരിക്കലും പഴം തരില്ല, മനസ്സിലായോ? തിന്നാനാണെങ്കിൽ താനെ കൊയ്യുന്നവ തന്നെയുണ്ടല്ലോ. നബി ആ കുട്ടിയെ നെറുകയിൽ കൈവച്ചനുഗ്രഹിച്ചു. അവനു വേണ്ടി പ്രാർത്ഥിച്ച ശേഷമാണ് പറഞ്ഞയച്ചത്.